ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ അൽ ഹിലാൽ വിടാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ അൽ ഹിലാൽ തയ്യാറായിരുന്നില്ല. അതായത് ബാക്കിയുള്ള താരങ്ങളുടെ നിലവാരത്തിലുള്ള ഒരു ഫിസിക്കൽ കണ്ടീഷൻ നെയ്മർ ജൂനിയർക്കില്ല. അൽ ഹിലാലിന് വേണ്ടി കളിക്കാനുള്ള ഒരു ഫിസിക്കൽ കണ്ടീഷനിലേക്ക് എത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു ഇതിൻ്റെ കാരണമായിക്കൊണ്ട് ജോർഹെ ജീസസ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നെയ്മർ ജൂനിയർ സാന്റോസിലേക്ക് തിരികെ എത്താൻ തീരുമാനിച്ചിട്ടുള്ളതും. പിന്നീട് സാന്റോസിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയതിനു ശേഷം ജോർഹെ ജീസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രതികരണങ്ങൾ നെയ്മർ ജൂനിയർ നടത്തിയിരുന്നു. അതായത് ജീസസ് പറഞ്ഞത് തന്നെ വളരെയധികം അസ്വസ്ഥനാക്കി, നിരാശനാക്കി എന്നൊക്കെയായിരുന്നു നെയ്മർ പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹം തെറ്റാണെന്ന് കളിക്കളത്തിൽ തനിക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്നും നെയ്മർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നെയ്മർ വിഷയത്തിൽ ജീസസ് ഒരിക്കൽ കൂടി തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ അൽ ഹിലാൽ വിട്ടതിൽ താൻ അസ്വസ്ഥനാണ്, നിരാശനാണ് എന്ന കാര്യം ഇപ്പോൾ ജോർഹെ ജീസസ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് തൻ്റെ ഒരു കാരണത്താലായതുകൊണ്ടും താൻ വളരെയധികം ദുഃഖിതനാണ് എന്നാണ് ജോർഹെ ജീസസ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് തൻ്റെ പരിശീലക കരിയറിൽ താൻ പരിശീലിപ്പിച്ചിട്ടുള്ള ഏറ്റവും മികച്ച താരം അത് നെയ്മർ ജൂനിയർ ആണ് എന്ന കാര്യം കൂടി ജോർഹെ ജീസസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നെയ്മറെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ജോർഹെ ജീസസ് സമ്മതം മൂളിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നെയ്മർ ജൂനിയർ ഇപ്പോഴും അൽ ഹിലാലിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ഏതായാലും നെയ്മറുടെ പ്ലാനുകൾ വളരെ വ്യക്തമാണ്. അടുത്ത സമ്മറിൽ യൂറോപ്പിലേക്ക് തിരിച്ചെത്തുക എന്ന പ്ലാനോട് കൂടിയാണ് നെയ്മർ ഇപ്പോൾ സാന്റോസിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.